ഉത്തര കൊറിയയിൽ നിന്നും കടത്തിയ സ്മാർട്ട് ഫോണിൽ നിന്നും ലഭിച്ചത് കിം ജോങ് ഉൻ ഏർപ്പെടുത്തിയ അതികഠിനമായ സെൻസർഷിപ്പിന്റെയും നിരീക്ഷണത്തിന്റെയും തെളിവുകൾ. ഉത്തര കൊറിയയിലെ ഭരണാധികാരിയുടെ ഏകാധിപത്യ നിയമവാഴ്ചയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉത്തര കൊറിയയിലെ ഫോണുകളിൽ ഇന്റർനെറ്റ് ലഭ്യമല്ല എങ്കിലും അയൽരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ജീവിതത്തിന്റെ സമൃദ്ധിയും വെളിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ദക്ഷിണ കൊറിയൻ ഷോകളും വിനോദങ്ങളും ഇപ്പോഴും അതിർത്തി കടന്ന് രഹസ്യമായി കടത്തപ്പെടുന്നുണ്ട്. ഇതിന് മറുപടിയായി ഭരണകൂടം അതിന്റെ നടപടികൾ ശക്തമാക്കിയിട്ടുമുണ്ട്. ഇത് മാത്രമല്ല, കള്ളക്കടത്ത് ഫോണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉത്തര കൊറിയൻ സർക്കാർ എങ്ങനെയാണ് സാധാരണ ദക്ഷിണ കൊറിയൻ ഭാഷയും യാന്ത്രികമായി സെൻസർ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നു. 2024 അവസാനത്തിൽ ബ്രിട്ടീഷ് മാധ്യമമായ BBC-ക്കാണ് ഉത്തര കൊറിയയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിച്ചത്. ടെക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ രാജ്യത്തിന്റെ എല്ലാ ഫോണുകളിലും ആൻഡ്രോയിഡ് പരിഷ്കരിച്ച പതിപ്പുകളാണെന്ന് കണ്ടെത്തി. രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുന്നതിനും ദക്ഷിണ കൊറിയയോടുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ശക്തമാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി ടൂളുകൾ ഫോണിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഓൺലൈനിൽ പൗരന്മാരുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഫോണുകളിൽ ഇന്റർനെറ്റ് ലഭ്യത പൂർണ്ണമായും നിരോധിച്ചിരുന്നു. ക്വാങ്ഗെമാങ് എന്നറിയപ്പെടുന്ന ഇൻട്രാനെറ്റ് സംവിധാനത്തിലൂടെയാണ് പൗരന്മാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. അധികാരികൾ അനുമതി നൽകുന്ന ഉള്ളടക്കങ്ങൾ മാത്രമാണ് ഇതിൽ ലഭ്യമാകുക. മാത്രമല്ല, പുറം ലോകവുമായി ഒരു ബന്ധവും പൗരന്മാർക്ക് ലഭിക്കില്ല. ഉള്ളടക്കങ്ങൾ തനിയെ മാറ്റി എഴുതപ്പെടുന്ന സംവിധാനവും ഫോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിലെ വാക്കുകളും മറ്റും ഉപയോഗിച്ചാൽ അത് മറ്റു വാക്കുകളായി പരിവർത്തനം ചെയ്യപ്പെടും. ഉദാഹരണത്തിന്, ദക്ഷിണ കൊറിയയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒപ്പ എന്ന വാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ കോംറേഡ് എന്നായിരിക്കും ഫോണിൽ തെളിയുക. ദക്ഷിണ കൊറിയയിൽ കാമുകൻ എന്ന് വിശേഷിപ്പിക്കുന്നതും ഒപ്പ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഈ വാക്ക് ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ഇത് സഹോദരങ്ങളെ വിശേഷിപ്പിക്കാൻ മാത്രമുള്ളതാണ് എന്ന ഒരു മുന്നറിയിപ്പും പ്രത്യക്ഷപ്പെടുന്നു. ദക്ഷിണ കൊറിയ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പപ്പറ്റ് സ്ലേറ്റ്, അതായത് കളിപ്പാവ എന്ന വാക്കാണ് തെളിയുന്നത്. മാത്രമല്ല, ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും തനിയെ ഫോൺ സ്ക്രീനിന്റെ സ്ക്രീൻഷോട്ട് എടുക്കപ്പെടുന്നു. ഈ സ്ക്രീൻഷോട്ടുകൾ ഒരു ഹിഡൻ ഫോൾഡറിലേക്കാണ് മാറ്റുന്നത്. അധികാരികൾക്ക് മാത്രമാണ് ഈ ഫോൾഡർ കൈകാര്യം ചെയ്യാൻ സാധിക്കുക. ഫോണിലെ ഈ സംവിധാനത്തിൽ മാറ്റം വരുത്തുന്നത് ക്രിമിനൽ കുറ്റമായാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. പുറം ലോകത്തു നിന്ന് പൗരന്മാരെ ഒറ്റപ്പെടുത്താൻ മാത്രമല്ല, അവരുടെ ചിന്താഗതിയെയും സംസാര രീതിയെയും രൂപപ്പെടുത്താനും ഉത്തര കൊറിയയുടെ സ്വേച്ഛാധിപത്യ ഭരണകൂടം സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ അപൂർവവും ഭയാനകവുമായ ഒരു കാഴ്ചയാണ് ഈ വെളിപ്പെടുത്തലുകൾ നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും രഹസ്യവും അടിച്ചമർത്തലുമായ ഭരണകൂടങ്ങളിലൊന്നായാണ് കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം അറിയപ്പെടുന്നത്. ഉത്തര കൊറിയയിലെ ജീവിതത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളിലും അവർക്ക് സമ്പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു.